Hi Cadets, and welcome back to my channel. Cadets, നിങ്ങൾ 2026 SSC GDയുടെ എക്സാം എഴുതാൻ പോകുന്ന ഒരു കേഡറ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഇമ്പോർട്ടന്റ് ഒഫീഷ്യൽ അപ്ഡേറ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. കേഡറ്റ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി 2026 വെയിറ്റിംഗ് ലിസ്റ്റ് വരാൻ പോകുന്നതായിരിക്കും. അതിന്റെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ പരമാവധി നിങ്ങൾ കാണുക, പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഇതുവരെ നടന്ന SSC GDയുടെ എക്സാമിന് വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ SSC ആൾറെഡി ഇപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മുതൽ വെയിറ്റിംഗ് ലിസ്റ്റും വരുന്നതായിരിക്കും. സീറ്റ് ഫിക്സ് ആൻഡ് ഫ്ലോട്ട് എന്നൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്താണ് ഈ സീറ്റ് ഫിക്സ് ആൻഡ് ഫ്ലോട്ട് ഓപ്ഷൻ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ കാണുക, പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. നിങ്ങളും 2026 SSC GD തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, 2025 SSC GDയുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോഴും ഒത്തിരി കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സർ ഇനി വെയിറ്റിംഗ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ച്. ഇതുവരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഇനി മുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് വരുന്നതായിരിക്കും. എങ്ങനെയായിരിക്കും ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് വരുന്നത്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ ഫുൾ കാണണം, പരമാവധി കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നോക്കണം. കാരണം നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഏത് ജോബിനാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത് ആ ഒരു ജോബിൻ്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ, അതായത് അവയർനെസ് പോയിൻ്റ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അറിഞ്ഞിരിക്കുക എല്ലാ കാര്യങ്ങളും. എന്താണ് ഫിക്സ് ഫ്ലോട്ട് നിയമം, വെയിറ്റിംഗ് ലിസ്റ്റ് വരുമോ അതോ ഇല്ലയോ, എന്തുകൊണ്ടാണ് വരുന്നത്, എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, പ്രീവിയസ് വീക്കിൽ പേപ്പർ കട്ടിങ്ങിൻ്റെ അപ്ഡേറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. SSC വലിയ മാറ്റങ്ങളാണ് ഇനി മുതൽ വരുത്താൻ പോകുന്നത്. കോമ്പറ്റീഷനും നല്ല രീതിയിൽ കുറയുന്നതായിരിക്കും. അതിൻ്റെയും അപ്ഡേറ്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ് കുറയുന്നത്, വെയിറ്റിംഗ് ലിസ്റ്റ് വരുമ്പോൾ എന്തായാലും കുറച്ച് കുട്ടികൾ കൂടി ചാൻസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് കോമ്പറ്റീഷൻ്റെ അപ്ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ സീറ്റ് ഫിക്സ് ആൻഡ് ഫ്ലോട്ട് ഓപ്ഷൻ എന്ന്. ഇത് മുഖേന 0.5, 1 മാർക്ക്, 2 മാർക്കിലൊക്കെ ഒത്തിരി കുട്ടികൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനുള്ള ചാൻസ് നഷ്ടപ്പെട്ട് കാണും. അവർക്കെല്ലാവർക്കും ചാൻസ് ലഭിക്കുന്നതായിരിക്കും ഇനി മുതൽ അങ്ങോട്ട്. എല്ലാ തവണത്തെയും SSC GDയുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോഴും അതുപോലെ തന്നെ വേക്കൻസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി സീറ്റുകൾ കാലിയായിട്ട് കിടപ്പുണ്ട്. ആ വേക്കൻസി എല്ലാം പിന്നെ ആഡ് ആകുന്നത് അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ വേക്കൻസിയുടെ കൂടെയാണ്. ഇനി മുതൽ അങ്ങനെ ആയിരിക്കത്തില്ല. എത്ര വേക്കൻസിയാണോ വരുന്നത് അത്രയും വേക്കൻസി ഫുൾഫിൽ ചെയ്യുന്നതായിരിക്കും. അതാണ് ഇവിടെ SSC മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. മലയാളത്തിൽ തന്നെ ആയിരിക്കും ഷെയർ ചെയ്യാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റിക്രൂട്ട്മെന്റ് പ്രക്രിയയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റും അതുപോലെ തന്നെ ഫിക്സ് ആൻഡ് ഫ്ലോട്ട് ഓപ്ഷനും കൊണ്ടുവരാൻ പോവുകയാണ്. 2024 SSC GDയിൽ അതിന്റെ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക്. പ്രധാന മാറ്റം എന്താണെന്ന് നോക്കൂ. വെയിറ്റിംഗ് ലിസ്റ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് ഇനി മുതൽ. SSC ഇതുവരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നും ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് 2025 ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോഴും അതിനകത്തും വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇതുവരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഔട്ടും ചെയ്തിട്ടില്ല. ഇനി മുതൽ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒരു സ്ഥാനാർത്ഥി ജോലിയിൽ ചേർന്നില്ല എങ്കിൽ ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. അടുത്ത വർഷത്തെ ഒഴിവിലേക്ക് അങ്ങ് ചേർക്കുമായിരുന്നു. ഇപ്പോൾ SSC ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് പുറത്തിറക്കും. പ്രധാന കട്ട് ഓഫിനേക്കാൾ അല്പം കുറഞ്ഞ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ഉറപ്പാക്കാൻ ഇത് അനുവദിക്കുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി SSC GDയുടെ ലിസ്റ്റിൽ വീണ് അതേ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതേ സ്റ്റേറ്റിൻ്റെ ഏതെങ്കിലും നല്ല ജോലിയിലും സെലക്ഷൻ കിട്ടിക്കാണും. ഫോർ എക്സാമ്പിൾ, ഇപ്പം കേരളത്തിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് SIയിലും സെലക്ഷൻ കിട്ടിക്കാണും, അതേപോലെ തന്നെ SSC GDയിലും സെലക്ഷൻ കിട്ടിക്കാണും, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് സെലക്ഷൻ കിട്ടിക്കാണും. അപ്പോൾ ആ കുട്ടി എന്താണ് ഒരിക്കലും SSC GDക്ക് പോകത്തില്ല. അവൻ കേരളത്തിൽ നിൽക്കാൻ മാത്രം നോക്കും. അതുപോലെ തന്നെ ഇതിനെക്കാട്ടും ഉയർന്ന ജോലിയാണ് SI എന്ന് പറയുന്നത്, സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പോകാൻ നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സെലക്ഷൻ കിട്ടിയിട്ട് ഒത്തിരി കുട്ടികൾ എന്താണ് SSC GDയുടെ ആ ഒരു ജോലിക്ക് പോകത്തില്ല. ആ ഒരു കേഡറ്റിന്റെ വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ അതേ കണക്ക് നഷ്ടപ്പെടുകയും അടുത്ത വർഷത്തേക്കാണ് ആഡ് ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. ഇനി മുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് വരുന്നതായിരിക്കും. അതിനുവേണ്ടി എന്ത് സ്റ്റെപ്പാണ് SSC എടുത്തേക്കെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇനി മാറ്റം വരുത്താൻ പോകുന്നത്. അതായത് ഏതെങ്കിലും ഒരു സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫുൾഫിൽ ചെയ്യുന്നതായിരിക്കും. നോക്കും എന്താണ് ഈ ഫിക്സ് ഫ്ലോട്ട് ഓപ്ഷൻ എന്ന് നമുക്ക് നോക്കാം. സെലക്ഷൻ പ്രക്രിയയിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഫിക്സ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട്. ഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഏത് ഫോഴ്സിലേക്കാണോ തയ്യാറെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് CSFലേക്ക് സെലക്ഷൻ കിട്ടി, അല്ലെങ്കിൽ CRPFലേക്ക് സെലക്ഷൻ കിട്ടി. നിങ്ങൾ ഫിക്സ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോബിൽ മാത്രമേ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അവിടെ പോയേ പറ്റത്തുള്ളൂ. ഇനി ഫ്ലോട്ട് ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനർത്ഥം നിങ്ങൾ ആ സ്ഥാനത്ത് തുടരാനും മികച്ച സ്ഥാനത്തിനോ മറ്റൊരു പരീക്ഷയുടെ ഫലത്തിനോ കാത്തിരിക്കാനും ആഗ്രഹിക്കുന്നു എന്നാണ്. ഈ ഫ്ലോട്ട് ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീറ്റ് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടത്തില്ല. കാരണം നിങ്ങൾ ഫ്ലോട്ട് ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവിടെ നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. അതിന് പകരം നെക്സ്റ്റ് കേഡറ്റിനെ ആഡ് ചെയ്യുന്നതായിരിക്കും. നോക്കിവിടെ ഉദാഹരണത്തിനായിട്ട് ഒരു റിക്രൂട്ട്മെന്റിൽ 100 തസ്തികകൾ ഉണ്ടെങ്കിൽ 40 പേർ ഫ്ലോട്ട് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന്, അതായത് 101 മുതൽ 140 വരെയുള്ള കുട്ടികൾ എന്താണ് പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ഔട്ട് ഇറക്കും. അത്രയും കുട്ടികൾക്ക് പിന്നെ സെലക്ഷൻ കൊടുക്കും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതാണ് ഫിക്സ് ആൻഡ് ഫ്ലോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യണം, നിങ്ങൾ SSC GDയിലേക്ക് മാത്രമാണോ പോകുന്നത്, അതോ ഇനി വേറെ ഏതെങ്കിലും ജോലിയിലേക്ക് കൂടി നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ
ടെമ്പററി ആയിട്ട് ചൂസ് ചെയ്തതാണോ എന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ഈ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഫിക്സ് ആൻഡ് ഫ്ലോട്ട് ഓപ്ഷൻ എന്ന്. ഇനി എന്തുകൊണ്ടാണ് SSC മാറ്റം വരുത്തിയത് നമുക്ക് നോക്കാം. നോക്കൂ കുട്ടികളെ, SSC വിശ്വസിക്കുന്നത് എന്താണ്, അതായത് SSCയുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് പറയുന്നത് ഒരേ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥി ഒന്നിലധികം പരീക്ഷകൾ, അതായത് CHSL, പിന്നെ CGL, GD പോലുള്ളവ വിജയിക്കുകയും ഒരു ജോലി മാത്രം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ വർഷവും 40% സീറ്റുകൾ എന്താണ് ഒഴിഞ്ഞു കിടക്കുകയാണ്. പിന്നെ ഈ പുതിയ സംവിധാനം നിലവിൽ വന്നാൽ എന്താണ് 2026 മുതൽ ഒരു സീറ്റ് പോലും ഒഴിഞ്ഞു കിടക്കത്തില്ല, എല്ലാം ഫുൾഫിൽ ആയിരിക്കും. എനിക്കിപ്പോൾ CRPFലേക്ക് സെലക്ഷൻ കിട്ടി, ഞാൻ ഫിക്സ് എന്നൊരു ഓപ്ഷനാണ് ചൂസ് ചെയ്തത് എങ്കിൽ എനിക്ക് അവിടെ ട്രെയിനിങ്ങിന് പോയേ പറ്റത്തുള്ളൂ. ഫ്ലോട്ട് എന്ന ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ സീറ്റ് അവിടെ നിന്ന് പോകുന്നതായിരിക്കും, നെക്സ്റ്റ് കേഡറ്റിന് അത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എത്ര പേരാണോ ചെയ്യുന്നത് അത്രയും പേരുടെ നെക്സ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് പിന്നെ ഔട്ട് ഇറക്കുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ എന്തുകൊണ്ടാണ് SSC ഇതിനകത്ത് മാറ്റം വരുത്തിയെന്ന് മനസ്സിലായല്ലോ. ഇനി 2026 SSC റിക്രൂട്ട്മെന്റിൽ അതിന്റെ സാധ്യത നമുക്ക് നോക്കാം. കുറഞ്ഞ മാർക്കുള്ളവർക്ക് എന്താണ് അവസരം ലഭിക്കുന്നതായിരിക്കും. പലപ്പോഴും SSC GDയിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ മെഡിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ പരീക്ഷ പാസ്സായ ശേഷം മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് 0.5, 1 എന്നീ മാർക്കുകൾ കുറവുള്ളത് കൊണ്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് ഇനി അവസരം ലഭിക്കുന്നതായിരിക്കും. എന്തായാലും പ്രീവിയസ് വർഷത്തേക്ക് എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നതാണ് ഒത്തിരി കുട്ടികൾ ഇതേ രീതിയിലുള്ള മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഒത്തിരി കുട്ടികൾക്ക് അവരുടെ ചാൻസ് നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഇനി അങ്ങനെ വരത്തില്ല. എന്തായാലും ഈ ഒരു റൂൾ ഉടനെ തന്നെ SSC കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് ഒത്തിരി കുട്ടികൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കായിരിക്കും കിട്ടുന്നത്, മെയിൻ കട്ട് ഓഫ് മാർക്കിനെക്കാട്ടിയും 0.5, 1 അല്ലെങ്കിൽ 2 മാർക്ക് കുറവുള്ള കുട്ടികൾക്കായിരിക്കും ബെനിഫിറ്റ് കിട്ടുന്നത്. ഇപ്പോൾ കട്ട് ഓഫ് 60 മാർക്കാണ്, നിങ്ങൾക്ക് 40 മാർക്കാണ്, അപ്പോൾ ചാൻസ് കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. മനസ്സിലായി? കട്ട് ഓഫിനെക്കാട്ടിയും 0.5, 1 അല്ലെങ്കിൽ 2 മാർക്ക് കുറവുള്ളവർക്കായിരിക്കും ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. ഒഴിവുള്ള സീറ്റുകൾ ഇനി മുതൽ എന്താണ് ഫുൾഫിൽ ആവുന്നതായിരിക്കും. GDയിൽ തന്നെ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ ഒന്നുകിൽ ഡൽഹി പോലീസിലോ അതുപോലെ തന്നെ സ്റ്റേറ്റിലെ മറ്റേതെങ്കിലുമൊക്കെ ജോബിലേക്ക് സെലക്ഷൻ കിട്ടുമ്പോൾ ആ സീറ്റ് എല്ലാം എന്താണ് കാലിയായിട്ടാണ് കിടന്നിരുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങനെ കാലിയായിട്ട് കിടക്കത്തില്ല. 2026 മുതൽ എന്തായാലും സീറ്റ് ഫിക്സ് ആൻഡ് ഫ്ലോട്ട് ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ചാൻസ് ലഭിക്കുന്നതായിരിക്കും. വെയിറ്റിംഗ് ലിസ്റ്റും വരുന്നതായിരിക്കും. ഫൈനൽ മെറിറ്റ് ലിസ്റ്റും വരും, അതേപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റും വരുന്നതായിരിക്കും. കട്ട് ഓഫുകളിൽ സ്വാധീനം. ഇപ്പോൾ 2 തരം കട്ട് ഓഫുകൾ ഇനി വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്, മറ്റൊന്നെന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റ്. ഇത് രണ്ടും ഇനി മുതൽ വരുന്നതായിരിക്കും. പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ എന്താണ് വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടത്തേക്ക് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് നമ്മുടെ മാർക്ക് അറിയാം. അപ്പോൾ കട്ട് ഓഫിനടുത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയും കട്ട് ഓഫിനടുത്ത് മാർക്ക് വരുന്ന കുട്ടികൾക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആയല്ലോ? എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പേപ്പർ അപ്ഡേറ്റിൽ പറഞ്ഞ് മിക്ക ന്യൂസ് ചാനലും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് അറിഞ്ഞിരിക്കണം. കാരണം ഇനിയും നിങ്ങൾക്കും ഇതേ രീതിയിൽ ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ ചൂസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ? ഫൈനലി എന്താണ്? ഫൈനലി ഈ ഒരു സംവിധാനം 2026 മുതൽ നടപ്പാക്കാൻ SSC പോകുന്നുണ്ട്. വരാനിരിക്കുന്ന SSC GD റിക്രൂട്ട്മെന്റ് തയ്യാറെടുക്കുന്ന എല്ലാ യുവാക്കൾക്കും ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. അതേപോലെ 2026 SSC GD എക്സാമിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ട് എന്താണ് സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ. ഈ സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ എന്തായാലും ഫെബ്രുവരി 1st വീക്കോടെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഡേറ്റും അതുപോലെ തന്നെ ഷിഫ്റ്റും സിറ്റി നിങ്ങൾ ചൂസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരത്തില്ല. ഈ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ എക്സാമിന് വേണ്ടി മാത്രം തയ്യാറെടുത്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ മെയിലും അതുപോലെ തന്നെ സൈറ്റൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ പ്ലാറ്റ്ഫോം ഫോളോ ചെയ്താലും മതി. ഇവിടെ നിന്ന് കറക്റ്റ് അപ്ഡേറ്റ് കിട്ടും. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും യെസ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണെന്ന്. കയറി കാണുക, കറക്റ്റായിട്ട് ആ മെത്തേഡ് ഫോളോ ചെയ്ത് പോവുക. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ 2026 SSCയുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ഫെബ്രുവരി 23 മുതലാണ്. കുട്ടികളെ 2024-25 അതായത് 2025 ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേ രീതിയിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. പരമാവധി നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. റെക്കോർഡഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. അഡീഷണൽ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. 5 കിലോമീറ്റർ റണ്ണിങ്ങിൻ്റെ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സും ലഭിക്കും. 150 മോക്ക് ടെസ്റ്റും ലഭിക്കും. നിങ്ങൾ ആൾറെഡി ഇപ്പോൾ എവിടെയെങ്കിലും പഠിക്കുകയായിരിക്കും. നമ്മുടെ ക്ലാസ് കൂടെ ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റേ കിട്ടത്തുള്ളൂ. 150 പരം മോക്ക് ടെസ്റ്റ് കിട്ടും, പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ അവയർനെസ്സിന് ഫുൾ അപ്ഡേറ്റ് കിട്ടും. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നിടം വരെ നിങ്ങളോടൊപ്പം നമ്മൾ കാണും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫീസ് 2500 ആണ്. വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതും. പ്രോപ്പർ അക്കാഡമി റണ്ണിംഗ് ഗ്രൗണ്ട് നമ്മുടെ അക്കാഡമിയിലുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ അപ്ഡേറ്റ് കാണാം. പ്രീവിയസ് ഇയറിലും ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കും നമ്മുടെ അക്കാഡമിയിൽ നിന്നാണ്. പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ. ബാക്കി പല അക്കാഡമിയിലും പല രീതിയിലും പറയുന്നുണ്ട് ഇത്രയും കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയെന്ന്. പക്ഷേ നമ്മൾ അത് കണക്കല്ല. ഓരോ കുട്ടികളുടെയും പ്രോപ്പർ അപ്ഡേറ്റ് സിംഗിൾ ടു സിംഗിൾ അപ്ഡേറ്റ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആന ഡിഫൻസ് അക്കാഡമി ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ അപ്ഡേറ്റ് കാണാവുന്നതാണ്. സ്റ്റോറിയായിട്ട് നിങ്ങൾക്ക് കാണാം. ഓൺലൈൻ ക്ലാസ്സിൻ്റെ
ക്ലാസ്സിൻ്റെ അപ്ഡേറ്റും ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റും എവറി ഡേയിലെ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് അറിയാൻ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ 2 നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അക്കാഡമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.